ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇവിടെ നമുക്ക് കുറെ ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്, കുറെ ഫിഗേഴ്സ് പഠിക്കാനുണ്ട്. സോ ലാബലിങ്ങും ഐഡന്റിഫിക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ രീതിയിൽ ഈ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുക. അപ്പൊ ഈ ചാപ്റ്ററിൽ വളരെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ടീച്ചർ വന്നിട്ടുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഇതൊരു ഫിഗർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇവിടെ നമുക്ക് രണ്ട് ഡയഗ്രംസ് തന്നിട്ടുണ്ട്, നെയിം എ ആൻഡ് ബി. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഏത് പ്ലാസന്റേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പൊ ഞാൻ പ്ലാസന്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള മൊത്തം കാര്യങ്ങൾ പറയാൻ പോവാണ്. നമ്മൾ എന്താണ് പ്ലാസന്റേഷൻ ആദ്യം പഠിച്ചിട്ടുണ്ടാവണം. എന്താ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്? അറേഞ്ച്മെന്റ്. പ്ലാസന്റേഷൻ എന്ന് പറയുന്നത് എന്താ? അറേഞ്ച്മെന്റ് ആണ്. എന്തിന്റെ അറേഞ്ച്മെന്റ് ആണ് പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്? ഓവറിക്കകത്തുള്ള ഓവ്യൂൾസിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാസന്റേഷൻ എന്ന് വിളിക്കുക. നമുക്ക് ആദ്യ ടോട്ടൽ നമ്മുടെ ബുക്കിൽ നമുക്ക് 5 ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ പ്ലാസന്റേഷൻ ആണ് മാർജിനൽ പ്ലാസന്റേഷൻ. ദെൻ രണ്ടാമത്തെ പ്ലാസന്റേഷൻ ആണ് ആക്സൈൽ പ്ലാസന്റേഷൻ. മൂന്നാമത്തെ പ്ലാസന്റേഷൻ ആണ് പെരൈറ്റൽ പ്ലാസന്റേഷൻ. ആൻഡ് ഫോർത്ത് വൺ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ആൻഡ് ഫൈനൽ ബേസൽ പ്ലാസന്റേഷൻ. അപ്പൊ തന്നിട്ടുള്ള ഈ ഡയഗ്രാംസ് ഒബ്സർവ് ചെയ്യുക. അപ്പൊ അതില് ആദ്യം തന്നിട്ടുള്ളത് ഏത് പ്ലാസന്റേഷനാ? ഇറ്റ് ഈസ് ആക്സൈൽ. ഏത് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. ദെൻ ബി ഏതാ? ഇറ്റ് ഈസ് പെരൈറ്റൽ. ബി ഏതാണ്? പെരൈറ്റൽ പ്ലാസന്റേഷൻ. ഓക്കെ, ഇതിന്റെ എല്ലാ പ്ലാസന്റേഷനും ഡെഫിനിഷൻ പഠിക്കുക, എക്സാമ്പിൾസ് പഠിക്കുക. മാർജിനൽ പ്ലാസന്റേഷൻ എക്സാമ്പിൾ പറയുന്നത് പി ആൻഡ് ബീൻ ആണ്. ദെൻ ആക്സിയൽ പ്ലാസന്റേഷന് 3 എക്സാമ്പിൾ ആണ് പറയുന്നത്. ഹിബിസ്കസ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ലെമൺ ഉണ്ട്. പെരൈറ്റൽ പ്ലാസന്റേഷൻ 2 എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് മസ്റ്റാർഡ് ഉണ്ട്, അതേപോലെ ആർജിമോൺ. മസ്റ്റാർഡ് ആൻഡ് ആർജിമോൺ. ഓക്കെ, പെരൈറ്റൽ പ്ലാസന്റേഷൻ. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ 2 എക്സാമ്പിൾസ് ആണുള്ളത്. ഡയാന്തസും ഉണ്ട്, പ്രൈം റോസും ഉണ്ട്. ഡയാന്തസും ഉണ്ട്, പ്രൈം റോസും ഉണ്ട്. ദെൻ ബേസൽ പ്ലാസന്റേഷൻ 2 എക്സാമ്പിൾ ആണുള്ളത്. ഇറ്റ് ഈസ് സൺഫ്ലവർ ആൻഡ് മാരിഗോൾഡ്. സൺഫ്ലവറും മാരിഗോൾഡും. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇത്രേ പറയുന്നുള്ളൂ. 2 പ്ലാസന്റേഷൻസ് ഐഡന്റിഫൈ ചെയ്യുക, ഏതാണെന്ന് മാത്രം എഴുതിയാൽ മതി. സോ എ ആക്സിയൽ പ്ലാസന്റേഷൻ ആണ് ആൻഡ് ബി എന്താ? പെരൈറ്റൽ പ്ലാസന്റേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എ ഫ്ലവർ ഹാവിംഗ് ബോത്ത് ഗൈനീഷ്യം ആൻഡ് ആൻട്രീഷ്യം ഗോൾഡ്. നമുക്കറിയാം ഒരു ഫ്ലവറിന് നമ്മുടെ 4 വേൾഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ 4 വേൾഡ്സിൽ ഗൈനീഷ്യത്തിനെയും ആൻട്രീഷ്യത്തിനെയും നമ്മൾ എന്താ വിളിക്കുക? അത് എസെൻഷ്യൽ വേൾഡ്സ് ആ. ഒരു ഫ്ലവറിലെ എസെൻഷ്യൽ വേൾഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ആൻട്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അപ്പൊ ഒരു ഫ്ലവറിലെ ആൻട്രീഷ്യം ഗൈനീഷ്യം ഉണ്ടെങ്കിൽ ആ ഫ്ലവർ എന്ത് ഫ്ലവറാ? ബൈസെക്ഷൽ ഫ്ലവറാ. ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്താ? യൂണിസെക്ഷൽ ഫ്ലവറാ. അപ്പൊ നമ്മളിവിടെ എന്താ ആൻസർ എഴുതേണ്ടത്? ഇറ്റ് ഈസ് ബൈസെക്ഷൽ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The large shield shaped cotyledon of monocotyl seed. ഒരു സീഡിന്റെ ക്യാരക്ടർ മൊത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീഡിന് നമ്മൾ പറയും, സീഡിന് എത്ര ഭാഗങ്ങളാണുള്ളത്? സീഡിന് ഒരു സീഡ് കോട്ടും ഉണ്ട്, അതേപോലെ എംബ്രിയോയും ഉണ്ട്. സീഡ് കോട്ടും ഉണ്ട്, എംബ്രിയോയും ഉണ്ട്. ഒരു ഡൈക്കോട്ട് സീഡിന്റെ കേസിൽ പറയുകയാണെങ്കിൽ സീഡ് കോട്ടിന് 2 ലെയറുകൾ ഉണ്ട്. ഔട്ടർ ലെയറിനെ നമ്മൾ ടെസ്റ്റാ എന്ന് വിളിക്കും, ഇന്നർ ലെയറിനെ നമ്മൾ ടെക്മൻ എന്ന് വിളിക്കും. എംബ്രിയോന്റെ കേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈക്കോട്ട് സീഡിന് 2 കോട്ടിലിഡൻസ് ആണ് ഉള്ളത് ആണല്ലോ. ഓക്കെ, ഈ ഡൈക്കോട്ട് സീഡ്സിന്റെ കേസിൽ കോട്ടിലിഡൻസിലാണ് അവർ എന്ത് ചെയ്യുക? ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി നമ്മളൊരു മോണോക്കോട്ട് സീഡിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് മെയ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മെയ്സിന്റെ കേസിലൊക്കെ നമുക്ക് പറയാൻ പറ്റും അതിന്റെ സീഡ് കോട്ടിന്റെ പ്രത്യേകത എന്താ? സീഡ് കോട്ട് മെംബ്രെയിനസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഫ്യൂസ്ഡ് വിത്ത് ഫ്രൂട്ട് വാൾ. ഫ്രൂട്ട് വാളുമായി ഫ്യൂസ്ഡ് ആണ്. ആൻഡ് അതിലൊരു സിംഗിൾ കോട്ടിലിഡനേ ഉള്ളൂ. അത് ഞാൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആ സിംഗിൾ കോട്ടിലിഡന്റെ പേരെന്ത്? ഇറ്റ്സ് നെയിംഡ് ആസ് സ്ക്യൂട്ടല്ലം. എന്താ വിളിക്കുക? സ്ക്യൂട്ടല്ലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അഗെയിൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ കോട്ടിലിഡനെ വിളിക്കുക? ഇവിടെ ആൻസർ എങ്ങനെ എഴുതണ്ടേ? കോട്ടിലിഡൻ, സോറി, സ്ക്യൂട്ടല്ലം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The pattern of arrangement of leaves on the stem or branch is called. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള മറ്റൊരു അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ഒരു സ്റ്റെമ്മിലോ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിലോ ഉള്ള ലീഫിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫില്ലോടാക്സി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഫില്ലോടാക്സി. 3 ടൈപ്പ് ഫില്ലോടാക്സി ഉണ്ട്. ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി ഉണ്ട്.
അതേപോലെ എന്തുണ്ട് ഓപ്പോസിറ്റ് ഫിലോടാക്സി ഉണ്ട്, അതേപോലെ എന്തുണ്ട് വേൾഡ് ഫിലോടാക്സി ഉണ്ട്. ഓക്കെ, ആൾട്ടർനേറ്റ് ഉണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്, വേൾഡ് ഫിലോടാക്സി ഉണ്ട്. ഇവിടെ ആൻസർ എഴുതേണ്ടത് ഫിലോടാക്സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു ടേംസ് ആൻഡ് ഫില്ലിംഗ് ദി ബ്ലാങ്ക്. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നിരിക്കുന്നത് എപ്പിപെറ്റാലസ് സ്റ്റേമൻ. അതായത് ഇവിടെ എപ്പിപെറ്റാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ സ്റ്റേമൻ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്. സ്റ്റേമൻ പെറ്റലുമായിട്ടാണ് അറ്റാച്ച് ചെയ്തതെങ്കിൽ അതിന് നമ്മൾ എപ്പിപെറ്റാലസ് എന്നാണ് വിളിക്കുക. എക്സാമ്പിൾ ബ്രിഞ്ചോൾ ആണ്. ഇനി ലില്ലിയിൽ നമ്മൾ ഇതേപോലെ ഒരു കണ്ടീഷൻ പഠിക്കുന്നുണ്ട്. എന്താണത്? എപ്പിഫിലസ് ആണ്. എപ്പിഫിലസ് സ്റ്റേമൻ പെരിയാന്തുമായിട്ടാണ് അറ്റാച്ച് ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എപ്പിഫിലസ് എന്ന് വിളിക്കുക. സോ നമ്മളുടെ ആൻസർ ചെയ്യേണ്ടത് എന്താ? നമ്മളുടെ ആൻസർ ചെയ്യേണ്ടത് എപ്പിഫിലസ്. ഓക്കെ ആണല്ലോ. അപ്പൊ എപ്പിപെറ്റാലസും അതേപോലെ എപ്പിഫിലസും എന്ത് ചെയ്യുക? എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റൂട്ടിന്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. The root is covered at the apex by a thimble-like structure. നമ്മുടെ വീട്ടില് നമ്മുടെ കിച്ചണിൽ നമ്മുടെ അമ്മമാരൊക്കെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കൈ മുറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒരു സാധനം ഉണ്ടാവില്ലേ? അതാണ് തിമ്പിൾ ലൈക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോ റൂട്ടിന്റെ ഏറ്റവും അപ്പെക്സിൽ ഏറ്റവും അറ്റത്തായിട്ട് എന്തുണ്ട്? ഒരു തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ സ്ട്രക്ചർ എന്താണ്? നെയിം ഇറ്റ് ആൻഡ് അതിന്റെ ഫംഗ്ഷൻ എഴുതുക. എന്താണ് നമ്മൾ ആ തിമ്പിൾ ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുക? നമ്മൾ ആ തിമ്പിൾ ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റൂട്ട് ക്യാപ്പ്. എന്താ വിളിക്കുക? റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാ. റൂട്ടിന്റെ ടെൻറ്റർ അപ്പെക്സ് ബ്രേക്ക് ആവുന്നതിൽ നിന്ന്, അത് പൊട്ടിപ്പോകുന്നതിൽ നിന്ന് റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? റൂട്ട് ക്യാപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡെഫിനിഷൻ എഴുതാനാണ്. ഈസ്റ്റിവേഷൻ, പ്ലാസന്റേഷൻ. പ്ലാസന്റേഷൻ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. എന്താ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്? ഓവറിക്കകത്തുള്ള ഒബ്യൂൾസിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാസന്റേഷൻ എന്ന് വിളിക്കുക. അടുത്തത് ഈസ്റ്റിവേഷൻ ആണ്. ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഫ്ലോറൽ ബഡിലുള്ള കാലിക്സ് അല്ലെങ്കിൽ കൊറോള, അതിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈസ്റ്റിവേഷൻ. The arrangement of calyx or corolla in a floral bud, it is called estivation. നമുക്ക് 4 ടൈപ്പ് ഈസ്റ്റിവേഷൻ ആണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഈസ്റ്റിവേഷൻ? നമുക്ക് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ പഠിക്കാനുണ്ട്, അതേപോലെ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ പഠിക്കാനുണ്ട്, നെക്സ്റ്റ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ പഠിക്കാനുണ്ട്, എന്ത് പഠിക്കാനുണ്ട്? വെക്സിലറി ഈസ്റ്റിവേഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ ആണ് കാലോട്രോപ്പിസ്. വാൽവേറ്റിന് എക്സാമ്പിൾ എന്താ? കാലോട്രോപ്പിസ്. ഓക്കെ, ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ പറയുന്ന എക്സാമ്പിൾസ് ആണ് ഹിബിസ്കസ് പറയുന്നുണ്ട്, അതേപോലെ ഏതാ ഉള്ളത്? ഹിബിസ്കസ് ഉണ്ട്, അതേപോലെ കോട്ടൺ ഉണ്ട്, അതേപോലെ ഏതാണുള്ളത്? ലേഡീസ് ഫിംഗർ ഉണ്ട്. എക്സാമ്പിൾസ് കൂടെ ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ പറയുന്നത് ഏതൊക്കെയാ? ഇംബ്രിക്കേറ്റ്, കാഷ്യ ആൻഡ് ഗുൽമോഹർ. ആൻഡ് വെക്സിലറി ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ ആണ് ബീൻ ഫ്ലവേഴ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? വെക്സിലറി ഈസ്റ്റിവേഷൻ. അതേപോലെ നിങ്ങൾ ബോട്ടണിയുടെ ഏത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും അത് ഇതേപോലെ ഡെഫിനിഷൻ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആൻസറിൽ ആ എക്സാമ്പിൾ കൂടെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെയാണ് സമയത്ത് നമുക്ക് ആ മാർക്ക് അത് ഫിൽ ചെയ്യാൻ പറ്റും. അടുത്ത നോക്കുക. The arrangement of veins and veinlets in the lamina of the leaf is termed as venation. Write any 2 types of venation. ഇത് ഈ ഡെഫിനിഷൻ, വീനേഷന്റെ ഡെഫിനിഷൻ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻ സം കേസസ് നമ്മളോട് ഡെഫിനിഷൻ എഴുതാൻ ചോദിക്കാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഒരു ലീഫ് ലാമിനയിലുള്ള വെയിൻസിന്റെയോ അല്ലെങ്കിൽ വെയിൻലെറ്റ്സിന്റെയോ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വീനേഷൻ. നമുക്ക് 2 ടൈപ്പ് വീനേഷൻ ആണ് പഠിക്കാനുള്ളത്. നമ്പർ 1 റെട്ടിക്കുലേറ്റ് വീനേഷൻ. ഫസ്റ്റ് എന്താ? റെട്ടിക്കുലേറ്റ് വീനേഷൻ. ആൻഡ് നമ്പർ 2 പാരലൽ വീനേഷൻ. റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലീഫ് ലാമിനയില് നെറ്റ്വർക്ക് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ, വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് നെറ്റ്വർക്ക് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് വിളിക്കുക. എന്നാൽ ഒരു ലീഫ് ലാമിനയിലെ വെയിൻസ് പരസ്പരം പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാരലൽ വീനേഷൻ എന്ന് വിളിക്കുക. ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ ഫീച്ചർ ആണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ ആൻഡ് മോണോക്കോട്ട് പ്ലാന്റ്സിന്റെ ഫീച്ചർ ആണ് എന്ത്? പാരലൽ വീനേഷൻ. എന്തായാലും പഠിക്കുക.
ടെക്സ്റ്റ് ബുക്കിൽ ഡയഗ്രാം ഉണ്ട്, ഡയഗ്രാം കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ സിമെട്രി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്ലവേഴ്സിനെ നമ്മൾ സിമെട്രി ബേസ് ചെയ്ത് 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളോട് അതിന് ആ 3 ടൈപ്പിന്റെ പേര് എഴുതാനും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയടാ, സിമെട്രി ബേസ് ചെയ്ത് നമ്മൾ ഫ്ലവേഴ്സിനെ 3 ആക്കിയെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതിൽ ആദ്യത്തേതാണെന്ത്? ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ്. നമ്പർ 1 ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ്. ദെൻ രണ്ടാമത്തേതാണെന്ത്? സൈഗോമോർഫിക് ഫ്ലവേഴ്സ്. സൈഗോമോർഫിക് ഫ്ലവേഴ്സ്. ദെൻ മൂന്നാമത്തേതാണ് അസിമെട്രിക് ഫ്ലവേഴ്സ്. വെറുതെ പേര് മാത്രം എഴുതി വെച്ചാൽ പോരാ, ക്വസ്റ്റ്യന് കൃത്യമായിട്ട് പറയേണ്ടത് എക്സ്പ്ലെയിൻ. അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ എഴുതി വെക്കണം. ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് റേഡിയൽ പ്ലെയിനിലൂടെ മുറിച്ചു കഴിഞ്ഞാലും ഈക്വൽ ഹാഫ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആക്ടിനോമോർഫിക് ഫ്ലവർ. 3 എക്സാമ്പിൾ ആണ് നമ്മൾ ആക്ടിനോമോർഫിക് ഫ്ലവറിന് പഠിക്കുന്നത്. നമ്പർ 1 മസ്റ്റാർഡ് ആണ്, നമ്പർ 2 ഡാറ്റുലർ ആണ്, ആൻഡ് നമ്പർ 3 ചില്ലി ആണ്. എക്സാമ്പിൾസ് പഠിക്കാം. സൈഗോമോർഫിക് ആണ് നമ്മളുടെ സിമെട്രി, അതായത് നമ്മൾ ബൈലേറ്ററൽ സിമെട്രി ഒക്കെ പറയുന്നുണ്ടല്ലോ സോളജിയിൽ, അതിന് ഇക്വിവലന്റ് ആയിട്ടാണ് സൈഗോമോർഫിക് സിമെട്രി എന്ന് പറയുന്നത്. അതായത് ഒരു വെർട്ടിക്കൽ പ്ലെയിനിലൂടെ മുറിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈക്വൽ ഹാഫ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് സൈഗോമോർഫിക് എന്ന് പറയാ. 4 എക്സാമ്പിൾസ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. നമ്പർ 1 കാൽഷ്യം, ആൻഡ് നമ്പർ 2 ഗുൽമോഹർ, നമ്പർ 3 and number 4 beam. Okay, then മൂന്നാമത്തെ നോക്കുക, അസിമെട്രിക് ആണ്. എന്താ അസിമെട്രിക് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഡിയൽ പ്ലെയിനോട് കൂടെ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? ഈക്വൽ ഹാഫ് കിട്ടില്ല. എക്സാമ്പിൾ ഈസ് ക്യാന. അപ്പൊ ഇതേ രീതിയിൽ വേണം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ. Then repeated question ആണ് from the part of venation. A, B venations ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇതിൽ എ നോക്കിയേ, എ എങ്ങനെയാണ് വെയിൻസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? നെറ്റ്വർക്ക് ആയിട്ടാ. സോ എ ഈസ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. എ എന്ന് പറയുന്നത് റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ്. ആൻഡ് ബി എന്ന് പറയുന്നത് എന്താ? പാരലൽ വീനേഷൻ ആണ്. ആൻഡ് ഡിഫൈൻ വീനേഷൻ എന്താ പറഞ്ഞല്ലേ നമ്മൾ ഡെഫിനിഷൻ പഠിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വീനേഷനെ ഡിഫൈൻ ചെയ്യുക? ഒരു ലാമിനയിലുള്ള വെയിൻസിന്റെയോ, ഒരു ലീഫ് ലാമിനയിലുള്ള വെയിൻസിന്റെയോ അല്ലെങ്കിൽ വെയിൻലെറ്റ്സിന്റെയോ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വീനേഷൻ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വീനേഷൻ സ്കിപ്പ് ചെയ്യരുത്. ഇതേപോലെ ഭാഗങ്ങളെല്ലാം പഠിച്ചു വെക്കാം. അടുത്ത നോക്കുക, സീഡിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഔട്ടർ ലെയർ ഓഫ് സീഡ് കോട്ട് ഈസ് കോൾഡ്. നമുക്കറിയാം ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഒവ്യൂൾസ് ആണ് ആരായിട്ട് ഡെവലപ്പ് ചെയ്യുക? സീഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. അതിന്റെ ഇന്റർഗ്യുമെന്റ്സിലെ ഒവ്യൂളിനെ കവർ ചെയ്യുന്ന ഇന്റർഗ്യുമെന്റ്സ്, ആ ഇന്റർഗ്യുമെന്റ്സ് ആണ് എന്തായിട്ട് മാറുക? സീഡ് കോട്ട് ആയിട്ട് മാറുക. ഒരു ഡൈക്കോട്ട് സീഡിനെ സംബന്ധിച്ച്, ഇത് ഡൈക്കോട്ട് സീഡിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ഡൈക്കോട്ട് സീഡിനെ സംബന്ധിച്ച് ഡൈക്കോട്ട് സീഡിന്റെ സീഡ് കോട്ടിൽ 2 ലെയറുകൾ ഉണ്ട്. അതിൽ ഔട്ടർ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ടെസ്റ്റ. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ടെസ്റ്റ എന്നാണ് വരിക. അപ്പൊ ഓരോ ടേം നോക്കുക. ഇതെന്താ? ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേരാണെന്ത്? ടെക്മൻ. അപ്പൊ ഇതിന്റെ കൂടെ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. സെയിം ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അതിന്റെ താഴെ കാണാൻ പറ്റുക. അവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേരാ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ആൻസർ ചെയ്യുക? നമ്മളുടെ ആൻസർ ചെയ്യേണ്ടത് ടെക്മൻ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് പാർട്ട്, ലാബലിംഗ് ആണ്, എന്തായാലും പഠിക്കണം. അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡന്റിഫൈ ദി ഡയഗ്രാം ആൻഡ് ലാബൽ ദി പാർട്സ്. അപ്പൊ തന്നിരിക്കുന്ന ഡയഗ്രാം ഏതിന്റെയാ? മെയ്സിന്റെ ഡയഗ്രാം ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, മെയ്സിന്റെ ഡയഗ്രത്തില് അവിടെ 1 മാർക്ക് ചെയ്തിട്ടുള്ള ഇതാരാ? 1 ഈസ് ഡയഗ്രാം കാണുന്നുണ്ടല്ലോ അല്ലെ. 1 ആരാ? 1 ഈസ് കോളിയോപ്റ്റൈൽ. 1 എന്ന് പറഞ്ഞത് ആരാ? കോളിയോപ്റ്റൈൽ. ഇതിനടുത്ത് രണ്ടാമത് നോക്കുക, 2 മാർക്ക് ചെയ്തിട്ടുള്ളത് ആരാ? ഇറ്റ് ഈസ് പ്ലിമ്യൂൾ ആണ്. 2 ഈസ് പ്ലിമ്യൂൾ. മൂന്നാമത് നോക്കുക, 3 ആരാ? റാഡിക്കൽ ആണ്. 3 ഈസ് റാഡിക്കൽ. ആൻഡ് നാലാമത്തെ ഇതാരാ? അലിറോൺ ലെയർ ആണ്. ആരാണ്? അലിറോൺ ലെയർ ആണ്. ഓക്കെ, ലാബിലിംഗ് ഇത് മാത്രമല്ല ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇതിനെ ലാബിൽ ചെയ്തിട്ടുണ്ട്. എന്താ ലാബിൽ ചെയ്തിട്ടുള്ളത്? കോളിയോറൈസ. ആൻഡ് ഇതാരാ? എൻഡോസ്കോം. അപ്പൊ എൻറ്റയർ ലാബിലിംഗ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഈസ്റ്റിവേഷന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, 1, 2, 3 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഐഡന്റിഫൈ ദി ഈസ്റ്റിവേഷൻ. ഓക്കെ, ദ നെയിം ഓഫ് ഈസ്റ്റിവേഷൻ ഇൻ ഫിഗർ 1, 2 and 3. അപ്പൊ 3 ഈസ്റ്റിവേഷന്റെ പേര് എഴുതി വെക്കണം. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഈസ്റ്റിവേഷനില് ഈ പറയുന്ന സെപ്പൽ അല്ലെങ്കിൽ പെറ്റൽസ്
തമ്മിൽ ഓവർലാപ്പിംഗ് ഇല്ല, ജസ്റ്റ് മാർജിൻസ് ഒന്നിനെ ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തത് എന്താ കാണിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. രണ്ടാമത്തെ ഫിഗറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കാണാം? ഓവർലാപ്പിംഗ് കാണാം. ഓക്കെ, ഓവർലാപ്പിംഗ് കാണിക്കുന്ന രണ്ട് ഈസ്റ്റിവേഷൻ ഉണ്ട്, ഇംപ്രിക്കേറ്റും ഉണ്ട് ട്വിസ്റ്റഡും ഉണ്ട്. പക്ഷെ ഫിഗർ നോക്കുന്ന സമയത്ത് നോക്കിയേ, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ് ഓവർലാപ്പിംഗ് നടന്നിട്ടുള്ളത്. അപ്പൊ തന്നിരിക്കുന്നത് ഏതാ? രണ്ടാമത്തെ ഡയഗ്രം എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ ആണ്. മൂന്നാമത്തെ നോക്കുന്ന സമയത്ത് മൂന്നാമത്തത് യെസ് 5 പെറ്റൽസ് ആണ് അവിടെ ഉള്ളത് അല്ലെ. ഈ വലിയ പെറ്റലിനെ നമ്മൾ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്നാണ് വിളിക്കുക. അതിനുള്ളിൽ വരുന്ന പെറ്റലിനെ നമ്മൾ വിങ് പെറ്റൽ എന്നാണ് വിളിക്കുക. അതിനകത്ത് വരുന്നതിന് എന്താ വിളിക്കുക? ഹീൽ പെറ്റൽ എന്നാണ് വിളിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെക്സിലറി ഈസ്റ്റിവേഷൻ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ്. പക്ഷെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. സെക്കൻഡ് പാർട്ടിൽ ചോദിക്കുന്നുണ്ട്, ഐഡന്റിഫൈ ഈസ്റ്റിവേഷൻ ഓഫ് പെറ്റൽസ് ഇൻ പി ഫ്ലവേഴ്സ് ഫ്രം ദി എബവ് 3 ഈസ്റ്റിവേഷൻ. ഈ തന്നിരിക്കുന്ന മൂന്നെണ്ണത്തില് പി ഫ്ലവറിലുള്ള ഈസ്റ്റിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പി ഫ്ലവറിൽ ഏതാ കാണുക? വെക്സിലറി ഈസ്റ്റിവേഷൻ. ഇപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഈ ഒരു ഭാഗം എഴുതിയിട്ടില്ല, സെക്കൻഡ് പാർട്ട് എഴുതിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാർക്ക് നഷ്ടമാവും കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസ് നല്ല കെയർഫുൾ ആയിട്ട് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാം. നെഗീൻ ഒരു ഫിഗർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഏത് ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത്? ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ലീവ്സ്. ടൈപ്പ് ഓഫ് ലീവ്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം 2 ടൈപ്പ് ലീഫ് ആണുള്ളത്, സിമ്പിൾ ലീഫും ഉണ്ട്, കോമ്പൗണ്ട് ലീഫും ഉണ്ട്. കോമ്പൗണ്ട് ലീഫിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫും ഉണ്ട്, അതേപോലെ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫും ഉണ്ട്. തന്നിരിക്കുന്ന കോമ്പൗണ്ട് ലീഫുകളിൽ ഓരോന്നിനും എക്സാമ്പിൾ എഴുതാനാണ്. ഇവിടെ എ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? പിന്നേറ്റ്ലി കോമ്പൗണ്ടാ. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഏതാ? പാമേറ്റ്ലി കോമ്പൗണ്ട് ആണ്. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? സിൽക്ക് കോട്ടൺ. ഇന്നലെ വൃത്തിയായിട്ട് ഈ ഭാഗം പഠിക്കുക, എക്സാമ്പിൾസ് പഠിക്കുക. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ഫിഗർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇതേപോലുള്ള 4 ഫിഗേഴ്സ് കാണാൻ പറ്റും. അപ്പൊ 4ഉം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുക? 4ഉം ഐഡന്റിഫൈ ചെയ്യാനും 4 എണ്ണത്തിൻ്റെയും ഡെഫിനിഷനും അതേപോലെ അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെക്കാം. നമ്മുടെ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എ ബി ഫ്ലവേഴ്സ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ എ എന്ന് പറയുന്നത് ഏതാണ്? ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സാ. എ എന്താ? ഹൈപ്പോഗൈനസ്. ഇതെങ്ങനെയാണ് നമ്മൾ ഹൈപ്പോഗൈനസ് ആണെന്ന് തിരിച്ചറിയുക? ഗൈനീഷ്യമാണ് ഏറ്റവും ഹൈയസ്റ്റ് പൊസിഷനിൽ വരുന്നത്. മറ്റ് വേൾഡ്സ് ആയിട്ടുള്ള സ്റ്റേമനും അതേപോലെ കൊറോള, കാലിക്സ് എല്ലാം അതിന് താഴെയായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇതിനെയാണ് ഹൈപ്പോഗൈനസ് എന്ന് പറയാം. ഹൈപ്പോഗൈനസിന് നമുക്ക് പഠിക്കാനുള്ളത് 3 എക്സാമ്പിൾ ആണ്. ഇവിടെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ബ്രിഞ്ചോൾ. അടുത്ത എക്സാമ്പിൾ ആണ് മസ്റ്റാർഡ്. അടുത്ത എക്സാമ്പിൾ ആണ് ഹിബിസ്കസ്. ഓക്കെ, അടുത്ത നോക്ക്. ബി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഫ്ലവറാ? ബി എന്ന് പറയുന്നത് എപ്പിഗൈനസ് ഫ്ലവറാ. ബി ഈസ് എപ്പിഗൈനസ്. എന്താ എപ്പിഗൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തലാമസ് കംപ്ലീറ്റ്ലി ഓവറിനെ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നിന്നാണ് ഈ പറയുന്ന സ്റ്റേമനും അതേപോലെ കൊറോള അതേപോലെ കാലിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് എപ്പിഗൈനസ് ഫ്ലവേഴ്സിന് എക്സാമ്പിൾ ആണ് ഒന്ന് കുക്കുംബർ ഉണ്ട്, ഇതിനടുത്തത് റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ ഉണ്ട്, കുക്കുംബർ ഉണ്ട്, റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ ഉണ്ട്, അതേപോലെ നമുക്ക് എന്ത് പറയാം? ഗുവ പറയാം. അങ്ങനെ 3 എക്സാമ്പിൾസ് ആണുള്ളത്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പഠിച്ചിട്ട് എഴുതാം. ഓക്കെ, then നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ റൂട്ടിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാ. ക്വസ്റ്റ്യൻ എവിടെ നിന്നുള്ളതാ? റൂട്ടിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാ. റൂട്ടിന്റെ ഒരു റീജൻസ് ആണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. റൂട്ടിന്റെ റീജൻസ് പറയുന്ന സമയത്ത് നമുക്ക് പറയാം റൂട്ടിന് 3 റീജൻസ് ആണ് ഉള്ളത്. അതിൽ ഓരോ റീജൻ ഇവിടെ എ ബി സി എന്ന് പറഞ്ഞിട്ട് റീജൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാന്ന് ഐഡന്റിഫൈ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് അതിൽ നമ്മൾ റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ എഴുതുകയും വേണം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എ എന്ന് ലാബിൽ ചെയ്തിട്ടുള്ളത് റീജിയൻ ഓഫ് എന്താ? മെച്ചുറേഷൻ ആണ്. റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ബി എന്ന് ലാബിൽ ചെയ്തിട്ടുള്ളത് എന്താ? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആണ്. റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ദെൻ എ എന്ന് ലാബിൽ ചെയ്തിട്ടുള്ളത് എന്താ? region of meristematic activity. Region of meristematic activity. Okay, then root hairs in a function എഴുതാൻ പറയുന്നുണ്ട്. എന്താ root hairs in a function? സോയിലിൽ നിന്ന് വാട്ടർ ആൻഡ് മിനറൽ, സോയിലിൽ നിന്ന് വാട്ടറും അതേപോലെ മിനറൽസും അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആര്? റൂട്ട് ഹെയർസ്. നമുക്ക് റീജിയൻ ഓഫ് മെച്ചുറേഷനിലാണ് ആരെ കാണാൻ പറ്റുക? റൂട്ട് ഹെയർസിനെ കാണാൻ പറ്റുക. ഓക്കെ,
അടുത്തതും നമുക്കൊരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കാണാൻ പറ്റുന്നത്. തന്നിരിക്കുന്നത് ഒരു ട്രൂ ഫ്രൂട്ട് ആണ്. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് the technical name of this fruit developed from a monocarpellary superior ovary. മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്. ആ ഫ്രൂട്ടിനെ നമ്മൾ എന്താ വിളിക്കുക? ഡ്രൂപ്പ് എന്നാണ് വിളിക്കുക. ഡ്രൂപ്പിന് 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് മാംഗോ ആണ്, അടുത്ത എക്സാമ്പിൾ എന്താ? കോക്കനട്ട് ആണ്. മാംഗോ ആൻഡ് കോക്കനട്ട്. ഇനി നമ്മളെടുത്ത ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എ ബി എന്ന് പറഞ്ഞിട്ട് 2 ഭാഗങ്ങൾ നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റും. അതിൽ എ എന്ന് പറയുന്നത് എന്താ? എയ്സ് എപ്പികാർപ്പാണ്. എ എന്ന് പറയുന്നത് എപ്പികാർപ്പാണ്. ഇതിനടുത്തത് ബി എന്ന് പറയുന്നത് എന്താ? മീസോകാർപ്പ. ഒരു മാംഗോയില് മീസോകാർപ്പാണ് എന്തെന്ന് പറയുന്നത്? എഡിബിൾ ഫ്ലഷി പാർട്ടാണ് മീസോകാർപ്പ്. ഓക്കെ ആണല്ലോ? അങ്ങനെ ബി പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. then അതിൽ സി പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ഈ ഫ്രൂട്ടിൽ നിന്ന് നമ്മളൊരു പാർത്തനോകാർപ്പിക് ഫ്രൂട്ടുമായിട്ട് ഇതിനുള്ള ഡിഫറൻസ് എഴുതാനാണ്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് മാംഗോ. മാംഗോ എന്ന് പറയുന്നത് എന്താ? അതൊരു ഡ്രൂപ്പ് ആണ്. അപ്പൊ ഫസ്റ്റ് ഡിഫറൻസ് എഴുതേണ്ടത് മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറിക്കിൽ നിന്ന് അതിന്റെ ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാകുന്ന ഫ്രൂട്ടാണ് ഡ്രൂപ്പ്, മാംഗോ. ദെൻ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അപ്പൊ ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ 2 കോളം വരയ്ക്കുക, എന്നിട്ട് എഴുതി വെക്കുക. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താ? വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഒരു ഡിഫറൻസ് ആയി. അടുത്തൊരു ഡിഫറൻസ് എഴുതേണ്ടത് ഈ ഡ്രൂപ്പ് എന്ന് പറയുന്ന മാംഗോ പോലുള്ള ഡ്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഫ്രൂട്ട്സ് ഒക്കെ എന്താ? 1 സീഡഡ് ആണ്, ഒറ്റ സീഡേ ഉണ്ടാവുള്ളൂ. ആൻഡ് അടുത്തത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അവരെന്താ? സീഡ്ലെസ് ആണ്. അപ്പൊ ഇങ്ങനെ 2 ഡിഫറൻസ് ആണ് ഇത് തമ്മിൽ നിലവിൽ നിലനിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, the fruit is a characteristic feature of flowering plant. Fruits of coconut and mango are called. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, മാംഗോ കോക്കനട്ട് എന്താ? അവര് ഡ്രൂപ്പ് ആണ്. ഓക്കെ, then what are parthenocarpic fruit? We already discussed. എന്താ parthenocarpic fruit എന്ന് പറയുന്നത്? വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണ് എന്ത്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഓക്കെ, ഇങ്ങനെ എക്സാമ്പിൾസ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ് ഒന്ന് ബനാന, അടുത്തൊരു എക്സാമ്പിൾ ആണ് പൈനാപ്പിൾ. ഓക്കെ, ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? യെസ്, ഇൻഫ്ലോറസൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യനാ. അപ്പൊ എ ബി എന്ന് പറഞ്ഞിട്ട് 2 ഇൻഫ്ലോറസൻസ് ഉണ്ട്. നമ്മളോട് ഈ ഇൻഫ്ലോറസൻസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൽ നോക്കുക. എ എന്ന് പറയുന്ന ഇൻഫ്ലോറസൻസ് എന്താ? സൈമോസ. എ ഈസ് സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ആൻഡ് ബി എന്ന് പറയുന്നത് എന്താ? റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ആൻഡ് ഇത് തമ്മിൽ ഡിഫറൻസ് എഴുതണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞതുപോലെ 2 കോളാക്കുക. ഒന്നില് റെസിമോസ് ഇൻഫ്ലോറസൻസും ഒന്നില് സൈമോസ് ഇൻഫ്ലോറസൻസും ഹെഡിങ് ഇടുക ആൻഡ് ഡിഫറൻസ് എഴുതുക. റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ഫ്ലവേഴ്സിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാ? ആക്രോപെറ്റൽ സക്സഷൻ അനുസരിച്ചിട്ടാണ്. ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ആക്രോപെറ്റൽ സക്സഷൻ. സൈമോസ് ഇൻഫ്ലോറസൻസിൽ ഫ്ലവേഴ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ബേസി പെറ്റൽ സക്സഷൻ അനുസരിച്ചിട്ടാണ്. ഒരു ഡിഫറൻസ് ആയല്ലോ. അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് പിഡങ്കിളിന്റെ ഗ്രോത്ത് ആണ്. റെസിമോസ് ഇൻഫ്ലോറസൻസില് പിഡങ്കിളിന്റെ ഗ്രോത്ത് എന്താ? കണ്ടിന്യൂസ് ആണ്. ആൻഡ് സൈമോസില് പിഡങ്കിളിന്റെ ഗ്രോത്ത് എന്താ? ലിമിറ്റഡ് ആ. കാരണം മറ്റത്തൊരു പൂ വരുന്നതോട് കൂടിയിട്ട് അതിന്റെ ഗ്രോത്ത് എന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ 2 ഡിഫറൻസ് ആണുള്ളത്. എന്തായാലും ഡിഫറൻസ് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആയിട്ടും പ്രതീക്ഷിക്കാം. അടുത്ത നോക്കുക, ഫാമിലി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മുന്നേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 3 ഫാമിലീസ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് നിലവിലാകെ ഒരൊറ്റ ഫാമിലി പഠിക്കാനുള്ളൂ. ഏതാ ഫാമിലി? സോളനേസിയെ. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾക്ക് സോളനേസിയെ ഫാമിലിന്റെ എന്താ കാണാൻ പറ്റുന്നത്? ഫ്ലോറൽ ചാർട്ടാണ്, ഫ്ലോറൽ ഡയഗ്രാം ആണ് കാണാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കൊറോളേന്റെ ഈസ്റ്റിവേഷൻ എന്താന്ന് എഴുതാൻ, അതേപോലെ ഇതില് സ്റ്റേവൻസിന്റെ പ്രത്യേകത ചോദിക്കുന്നുണ്ട്, ആൻഡ് ഇവിടെ ഗൈനീഷ്യത്തിന്റെ ഫീച്ചർ. അപ്പൊ നിങ്ങൾ ഫാമിലി പഠിക്കുന്ന സമയത്ത് ഫാമിലിനെ എങ്ങനെയാ പഠിക്കേണ്ടത്? നിങ്ങൾ കാലിക്സ്, അതേപോലെ കൊറോള, ദെൻ ആൻട്രീഷ്യം. കാലിക്സ്, കൊറോള, ആൻട്രീഷ്യം, ഗൈനീഷ്യം, ഈ 4 വേർഡ്സിനെയും ഫീച്ചേഴ്സ് ബൈ ഹാർട്ട് പഠിക്കണം. ഫ്ലോറൽ ഡയഗ്രാം ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം. ദെൻ ഫ്ലോറൽ ഫോർമുല ബൈ ഹാർട്ട് എഴുതാൻ പഠിക്കണം. ആൻഡ് ഈ ഫാമിലിയിൽ വരുന്ന എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാം.
അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കുക. ഈ ഒരു രീതിയിൽ ഫാമിലി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്ന് ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എ പാർട്ടിലേക്ക് വരികയാണ്. എ പാർട്ടിൽ എന്താ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ സൊളനേസിയ ഫാമിലിയിലെ ഫ്ലവേഴ്സിൻ്റെ കൊറോളയുടെ ഈസ്റ്റിവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയഗ്രാം ഒബ്സർവ് ചെയ്താൽ കിട്ടും. ഓക്കെ, ഈ കളറിൽ കാണിച്ചിട്ടുള്ളത് കാലിക്സ് ആണ്, ഇതാണ് അതിൻ്റെ കൊറോള. കൊറോളേൻ്റെ ഈസ്റ്റിവേഷൻ എന്താ? വാൽവേറ്റ്. ഓവർലാപ്പിംഗ് ഇല്ല, അപ്പോൾ ഈസ്റ്റിവേഷൻ എന്താ? വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആണ്. എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഡയഗ്രത്തില് സ്റ്റേമൻസ് ആർ സീൻ അറ്റാച്ച്ഡ് ടു പെറ്റൽസ്. സ്റ്റേമൻസ് പെറ്റൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടീഷനെ നമ്മൾ എന്താ വിളിക്കുക? എപ്പിപെറ്റാലസ് കണ്ടീഷൻ എന്നാണ് വിളിക്കുക. എപ്പിപെറ്റാലസ്. അടുത്ത നോക്കുക, റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് ഗൈനീഷ്യം. ഇതിന്റെ ഗൈനീഷ്യത്തിന്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറയുന്ന സമയത്ത് അത് ബൈ കാർപ്പലറി ആണ്. ഗൈനീഷ്യം ഈസ് ബൈ കാർപ്പലറി, ഒരു ഫീച്ചർ. ഇതിന് അടുത്തത് ഗൈനീഷ്യം സിൻകാർപ്പസ് ആണ്. 2 കാർപ്പൽസ് ഉണ്ട് ആൻഡ് സിൻകാർപ്പസ് കണ്ടീഷൻ ആണ്. ഓവറി സുപ്പീരിയർ ആണ്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് എഴുതി കഴിഞ്ഞാൽ ഏത് കംപ്ലീറ്റ് ആയി? ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് ഏത് ചാപ്റ്റർ എന്ന് പറയുന്നത്? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്.